ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ടെർമിനൽ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്ന പ്രോജക്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ എന്താണ് ഈ ടെർമിനൽ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്? നമ്മൾ നേരത്തെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, അതുപോലെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, ഇങ്ങനെയുള്ള മെത്തേഡുകളെല്ലാം, അതുപോലെ തന്നെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇവിടെ എല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നമുക്ക് കിട്ടുന്ന ഓരോ വർഷമായിട്ട് കിട്ടുന്ന ക്യാഷ് ഇൻ ഫ്ലോ അല്ലേ, നമ്മുടെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് NPV പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതെല്ലാം IRR ആണെങ്കിൽ IRRൻ്റെ റേറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പക്ഷെ നമുക്ക് ആക്ച്വൽ പ്രാക്ടീസിൽ അറിയാൻ പറ്റും, ഒരു വർഷത്തിൻ്റെ അവസാനം ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന ലാഭം നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അല്ലേ, മുഴുവൻ തുക നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ ആ ചെയ്യുന്ന സമയത്ത്, റീഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന അതേ റേറ്റ് ഓഫ് റിട്ടേൺ പിന്നീട് കിട്ടണമെന്നില്ല. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് റീഇൻവെസ്റ്റഡ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഫ്ലോ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേൺസിൽ വ്യത്യാസം വരാം. ക്ലിയർ? അത് മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചേഞ്ചസിനനുസരിച്ച്, മാർക്കറ്റിലുള്ള ആ സമയത്തുള്ള അതാത് സമയത്തുള്ള അവസ്ഥ ഭേദം അനുസരിച്ച് വ്യത്യാസം വരാം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് ഒന്നും ഈ ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നില്ല. ക്ലിയർ? അപ്പോൾ ക്യാഷ് ഇൻ ഫ്ലോ കിട്ടുന്നത് ഒന്നുകിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു, എല്ലാ വർഷവും റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെ സംഭവിക്കാറില്ല. ഓരോ വർഷം നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും, എന്താ റീഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മൾ 1 ലക്ഷം രൂപ വെച്ചിട്ട് ബിസിനസ് ചെയ്തു, ഒരു വർഷത്തിൻ്റെ അവസാനം നമുക്ക് 10,000 രൂപ ലാഭം കിട്ടി അല്ലേ? ഈ 10,000 രൂപ നമ്മൾ ബിസിനസ്സിൽ തന്നെ എന്ത് ചെയ്യും? റീഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ അതേ റിട്ടേൺ കിട്ടുമോ? കിട്ടണമെന്നില്ല അല്ലേ? അപ്പോൾ അടുത്ത വർഷം കിട്ടുന്ന റിട്ടേൺ ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ലാഭം 10,000 രൂപ നമ്മൾ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ബാങ്കിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ സമയത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. സെക്കൻഡ് ഇയറിൽ നമുക്ക് കിട്ടുന്ന ഒരു 10,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനെ കൊണ്ട് വീണ്ടും നിക്ഷേപിക്കുമ്പോൾ ആദ്യം നിക്ഷേപിച്ചതിൻ്റെ കാളും ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റം വരാം. എക്കണോമിയിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റം വരാം. ഇതനുസരിച്ച് ക്യാഷ് ഇൻ ഫ്ലോസ് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള റിട്ടേണും എന്ത് ചെയ്യും? വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ? അപ്പം അങ്ങനെ മറ്റുള്ള മെത്തേഡ്സ് ഒന്നും എന്തെടുക്കുന്നില്ല? റീഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻ ഫ്ലോസിനെ എടുക്കുന്നില്ല. മാത്രമല്ല, ഇനി എടുക്കുന്നത് തന്നെ എങ്ങനെയാണ് എടുക്കുന്നത്? അത് ഒരേ റേറ്റിൽ തന്നെ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള അസംഷനിലാണ് എടുക്കുന്നത്. ഇവിടെ അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? ഓൾ ക്യാഷ് ഇൻ ഫ്ലോസ് റിസീവ്ഡ് വിൽ ബി ഗെറ്റ് റീഇൻവെസ്റ്റഡ്. അപ്പോൾ അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ വർഷത്തിലും റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന റേറ്റ് എന്താണ് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യുന്നു? അസർട്ടൈൻ ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ നമുക്ക് 5 വർഷമുള്ളൊരു പ്രോജക്റ്റാണെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ 1, 2, 3, 4, 5 വർഷത്തിലെ നമ്മൾ പ്രോജക്റ്റിൻ്റെ പീരീഡൊക്കെ എടുത്ത ശേഷം ഓരോ വർഷവും കിട്ടുന്ന ക്യാഷ് ഇൻ ഫ്ലോസ് നമ്മൾ എടുക്കുന്നു. ക്ലിയർ? ഫോർ എക്സാമ്പിൾ 10,000, 12,000, 20,000, 25,000, ദെൻ 30,000, ഇങ്ങനെയൊക്കെയാണ് ക്യാഷ് ഇൻ ഫ്ലോ എന്ന് വിചാരിക്കുക. ക്ലിയർ? ആദ്യത്തെ വർഷം നമ്മൾ നിക്ഷേപിക്കാൻ പോയപ്പോൾ നമുക്ക് 10% കിട്ടി. അപ്പോൾ നമുക്ക് റീഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. രണ്ടാമത്തെ വർഷം പോയപ്പോൾ അത് 9% കുറഞ്ഞു. മൂന്നാമത്തെ വർഷം അത് 11%, 4ാമത്തെ വർഷം അത് 12%, 5ാമത്തെ വർഷം പോയപ്പോൾ 10% ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷം എന്ത് വരാം? വ്യത്യാസങ്ങൾ വരാം. ക്ലിയർ? അപ്പോൾ ഈ റേറ്റിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ? ഇങ്ങനെ ക്യാഷ് ഇൻ ഫ്ലോസിനെ അതാത് വർഷത്തിൽ അതാത് സമയത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. അപ്പോൾ ടെർമിനൽ വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? ഇതിനു വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് ഇൻ ഫ്ലോസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, ക്ലിയർ, അത് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ് ആയിരിക്കും കിട്ടുക അല്ലേ? ഓരോ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. സോ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻ ഫ്ലോ അല്ലേ, 1, 2, 3 അങ്ങനെ ഒരു 5 വർഷമാണ് നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ 5 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻ ഫ്ലോ അത് എത്രയായിക്കോട്ടെ, ഓരോന്നും നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുക.
ഇപ്പോൾ 10,000 നമ്മൾ നേരത്തെ പറഞ്ഞ 10,000, 15,000, അല്ലെങ്കിൽ 20,000, 25,000, ക്ലിയർ, 30,000, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നത് വിചാരിക്കുക. ക്ലിയർ. ഈ കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 10%, 9%, അല്ലേ, 11%, അല്ലെങ്കിൽ 12%, 10%, ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം കിട്ടുന്ന ക്യാഷ് ഇൻ ഫ്ലോ, അല്ലേ, നമുക്ക് 10% നിരക്കിൽ നിക്ഷേപിക്കാം. 10,000 രൂപ എത്ര പീരീഡ് നിക്ഷേപിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ N എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ക്ലിയർ. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനമാണ് ഈ പൈസ കിട്ടുക. അപ്പം ഇനി 5 വർഷത്തിൽ 1 വർഷം കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 4 വർഷം റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 5 വർഷത്തിൽ നിന്ന് 1 വർഷത്തിൻ്റെ അവസാനം കിട്ടുന്നതുകൊണ്ട് 5 - 1 ചെയ്തു. ക്ലിയർ. അതിന് N-1 പീരീഡ് എന്ന് പറയും. ക്ലിയർ. അപ്പോൾ നമുക്ക് 4 വർഷമാണ് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള പീരീഡ് കിട്ടുക. അപ്പോൾ നമ്മൾ പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? N-1, N-2, N-3 അങ്ങനെയാണ് എടുക്കുക. ക്ലിയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ എന്ത് വരും? N-1 വരും. അപ്പോൾ 5 - 1 = 4 years പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, റീഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ. രണ്ടാമത്തെ വരുമ്പോഴോ N-2 = 3 years. മൂന്നാമത്തെ വരുമ്പോഴോ, അല്ലേ, 5 - 3 = 2. ക്ലിയർ. നെക്സ്റ്റ് വരുമ്പോഴോ 1, നെക്സ്റ്റ് വരുമ്പോഴോ 0. അപ്പോൾ പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ കിട്ടും. 5-ാമത്തെ വർഷത്തിൻ്റെ അവസാനമാണെങ്കിൽ 30,000 കിട്ടുക. അപ്പോൾ അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്കത് 0 പീരീഡ് എന്നുള്ള 0 ആണ് വരിക. പീരീഡ് 0 ആണ്. 30,000 രൂപ തന്നെ വരും. ഇനി നമ്മളിതിന് എന്ത് ചെയ്യണം? ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴെല്ലാം ഇത് കറണ്ട് ഇയർ എമൗണ്ട് ആണ്, അല്ലേ. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താവും? എമൗണ്ട് കിട്ടും. അപ്പോൾ 5 വർഷത്തിൻ്റെ അവസാനം ടെർമിനൽ പീരീഡിൽ നമുക്ക് കിട്ടുന്ന റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ. സോ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി 5th ഇയർ, ക്ലിയർ, വാട്ട് ആർ ദി എമൗണ്ട് ദാറ്റ് വി ക്യാൻ റിസീവ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് ഫാക്ടർ എടുക്കും. ക്ലിയർ. കോമ്പൗണ്ട് ഫാക്ടർ. എന്താ കോമ്പൗണ്ട് ഫാക്ടർ? നമുക്കറിയാം, അല്ലേ. ഒരു പ്രസൻറ്റ് എമൗണ്ടിനെ ഫ്യൂച്ചർ എമൗണ്ടിലേക്ക് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് വാല്യൂ ടെക്നിക്ക്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടേബിൾ വാല്യൂവിനെയാണ് കോമ്പൗണ്ട് ഫാക്ടർ അല്ലെങ്കിൽ CF എന്ന് പറയുക. ക്ലിയർ. അപ്പോൾ കോമ്പൗണ്ട് ഫാക്ടർ വാല്യൂ എടുത്തിട്ട് ആ കോമ്പൗണ്ട് ഫാക്ടർ വാല്യൂമായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 വർഷം വരെ, ആദ്യത്തെ വർഷത്തെ ലാഭം 4 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കുന്നത്? 4 വർഷത്തിന് നേർക്ക്, ക്ലിയർ, 10% അതിൻ്റെ റേറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 10%. ക്ലിയർ. 4 years 10%. ഇത് വെച്ചിട്ട് കോമ്പൗണ്ട് ഫാക്ടർ എത്രയാണെന്ന് നോക്കും. ആ കിട്ടുന്ന കോമ്പൗണ്ട് ഫാക്ടർ ഇൻറ്റു എന്തുകൂടെ ചെയ്യുക? ഈ ക്യാഷ് ഇൻഫ്ലോ, നമ്മൾ നേരത്തെ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5-ാമത്തെ വർഷം, ക്ലിയർ, കിട്ടുന്ന ഫ്യൂച്ചർ വാല്യൂ എത്രയാണെന്ന് കിട്ടും. ഇങ്ങനെ ഓരോതിൻ്റെയും നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ, ക്ലിയർ, അവസാനം നമുക്ക് എന്ത് കിട്ടും? 5-ാമത്തെ വർഷത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് കിട്ടും. ഈ എമൗണ്ടിനെ പറയുന്ന പേരാണ് ടെർമിനൽ വാല്യൂ. എന്താ ടെർമിനൽ വാല്യൂ? ഒരു പ്രോജക്റ്റിൻ്റെ എൻഡ് പീരീഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോസിനെയും റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീഇൻവെസ്റ്റഡ് ക്യാഷ് ഫ്ലോസിനെല്ലാം കൂടെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? ക്ലിയർ. അപ്പോൾ അതിനെ ടെർമിനൽ വാല്യൂ എന്ന് പറയും. ഈ ടെർമിനൽ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെർമിനൽ വാല്യൂവിനെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ടെർമിനൽ വാല്യൂ, ക്ലിയർ, ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ടെർമിനൽ എമൗണ്ട്, ക്ലിയർ, അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഇനീഷ്യൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യും, ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്യും. ക്ലിയർ. ഇങ്ങനെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ടെർമിനൽ എമൗണ്ട്, ക്ലിയർ, മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ, ക്ലിയർ, ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് നെറ്റ് ടെർമിനൽ വാല്യൂ. ക്ലിയർ. So what is net terminal value? So NTV = present value of the terminal amount minus present value of the cash outflow. Clear. അപ്പോൾ അത് നെറ്റ് ടെർമിനൽ വാല്യൂ ആണ്. ക്ലിയർ. ഈ നെറ്റ് ടെർമിനൽ വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫിഗർ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ അക്സെപ്റ്റ് ദ പ്രോജക്റ്റ്. നെഗറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ വി വിൽ റിജക്റ്റ് ദ പ്രോജക്റ്റ്. ക്ലിയർ. അപ്പോൾ ടെർമിനൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ. ഇനി ഇത് ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് ആണ്. ആൾട്ടർനേറ്റീവ് പ്രോജക്ട്സ് ആണെങ്കിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ആണെങ്കിലോ ഏറ്റവും കൂടുതൽ, അല്ലേ, പോസിറ്റീവ് NTV ഉള്ള,
NPV അല്ല NTV, നെറ്റ് ടെർമിനൽ വാല്യൂ ഉള്ള ഒരു പ്രോജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ മറ്റുള്ള മെത്തേഡ്സിൽ നിന്നും വ്യത്യാസമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ റീഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ഇൻഫ്ലോ ഓരോ വർഷങ്ങളിലുള്ള അതാത് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കുക. അങ്ങനെ കണക്കാക്കിയിട്ട് ടെർമിനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയും ടെർമിനൽ വാല്യൂവിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റിൻ്റെ സെലക്ഷൻ്റെ തീരുമാനം എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, സോ ടെർമിനൽ വാല്യൂ മെത്തേഡ് ഈസ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദി നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് of making capital budgeting decision. So under this method, it is assumed that each of the future cash flows is immediately reinvested in another projects at a certain hurdle rate of return. Clear? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ വർഷം കിട്ടുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി വിൽ മേക്ക് റീഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? അത് ബാങ്കിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലേക്കോ നമ്മൾ ഔട്ട്സൈഡായിട്ട് നമ്മൾ നിക്ഷേപിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫ്യൂച്ചർ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഹഡിൽ റേറ്റ് എന്നൊക്കെ പറയും. ആ രീതിയിൽ നമ്മളതിനെ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. ക്ലിയർ? അണ്ടിൽ ദ ടെർമിനേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന വരെ ചെയ്യുന്നു. ക്ലിയർ? പ്രോജക്റ്റിൻ്റെ ടെർമിനേഷൻ പറഞ്ഞാൽ എന്താ, എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് വരുന്നത് വരെ. ക്ലിയർ? അത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഇല്ല, അപ്പോൾ നമ്മൾ അസറ്റിൻ്റെ ലൈഫ് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സാൽവേജ് വാല്യൂ ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ ലാസ്റ്റ് ഇയറിലെ എന്തായിട്ട് എടുക്കും, ഇൻഫ്ലോ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇൻ അതർ വേർഡ്സ്, ക്ലിയർ, നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്, ക്ലിയർ, ആർ കമ്പൗണ്ടഡ് ഫോർവേഡഡ് റദർ ദാൻ ഡിസ്കൗണ്ടിങ്. ക്ലിയർ? അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെയൊക്കെ വന്നത് എന്ത് ചെയ്യുന്നു, ക്യാഷ് ഇൻഫ്ലോ ഡയറക്റ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്യണം. അതിൻ്റെ പകരം എന്ത് ചെയ്യുന്നു, ആദ്യം ഇതിനെല്ലാം കോമ്പൗണ്ട് ചെയ്ത് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ് ടു ഏതുവരെ, അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് വരെ. ക്ലിയർ? എൻ പീരീഡ് വരെ. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ടിൻ്റെ ഐറ്റം. ക്ലിയർ? ഇപ്പോൾ NPVയിൽ സാധാരണ ചെയ്യുന്ന ഡിസ്കൗണ്ടിങ് മെത്തേഡാണ് അല്ലേ, ബാക്ക്വേർഡ് ആയിട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ഡിസ്കൗണ്ടിങ്, കോമ്പൗണ്ടിങ് ഫോർവേഡാണ്. ഫൈനലി അതിനെ ഡിസ്കൗണ്ട് ചെയ്യുക. So in the case of a single project, a project is accepted if the present value of the total compounded reinvested cash inflows, ഇതിനെ നമ്മൾ നെറ്റ് ടെർമിനൽ വാല്യൂ അല്ലേ, അതായത് ഗ്രോസ് ടെർമിനൽ വാല്യൂ എന്ന് പറയും, ഈസ് ഗ്രേറ്റർ ദാൻ ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിൻ്റെ ഡിഫറൻസിനാണ് നെറ്റ് ടെർമിനൽ വാല്യൂ എന്ന് പറയുക. ക്ലിയർ? സോ പ്രസന്റ് വാല്യൂ ഓഫ് ദി കോമ്പൗണ്ടഡ് റീഇൻവെസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ അല്ലേ, അത് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ദി ടെർമിനൽ എമൗണ്ട് എന്ന് പറയാം. അതിനെ ക്ലിയർ, അതിൽ നിന്നും പ്രസന്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഔട്ട് ഫ്ലോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ടെർമിനൽ വാല്യൂ കിട്ടും. ക്ലിയർ? അത് പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഓക്കെ, സോ ദ ടെർമിനൽ വാല്യൂ മെത്തേഡ് ക്യാൻ ബി ഫർദർ എക്സ്റ്റെൻഡഡ് ടു കാൽക്കുലേറ്റ് ദ ടെർമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇതിന് നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആൾസോ കോൾഡ് ആസ് മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതെങ്ങനെ ചെയ്യും, അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിന് എന്ത് ചെയ്തു അല്ലേ, അതിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്തത് ഓരോരോ വർഷത്തിലും ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അതിന് പകരം എന്ത് ചെയ്യുന്നു, ഈ ടെർമിനൽ എമൗണ്ട് നമുക്ക് കിട്ടുന്ന അവസാനം കിട്ടുന്ന ടെർമിനൽ എമൗണ്ടിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് ക്യാഷ് ഇൻഫ്ലോസ് ക്യാഷ് ഔട്ട് ഫ്ലോ ആയിട്ട് വേണ്ടി ഇക്വേറ്റ് ചെയ്യേണ്ടത് നോക്കുന്നു. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന റേറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിനെന്ന് പറയും മോഡിഫൈഡ് ടെർമിനൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, മോഡിഫൈഡ് IRR എന്ന് പറയും. ക്ലിയർ? ഇപ്പോൾ US പ്രോജക്റ്റ് അപ്രൈസലിന് വേണ്ടി, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് വേണ്ടി ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന ഒരു ടെക്നിക്കാണ്, പ്രധാനമായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് ഈ മോഡിഫൈഡ് IRR. കാരണം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ടെർമിനൽ വാല്യൂവിനെ നമ്മൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന പൈസയെ വീണ്ടും ഡിസ്കൗണ്ട് ചെയ്ത് ടെർമിനൽ എമൗണ്ടിനെ പ്രസന്റ് വാല്യൂയിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ബേസിസിൽ IRR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് മാറും എന്നവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു, ഇറ്റ് ഈസ് കോൾഡ് ആസ് മോഡിഫൈഡ് IRR. ക്ലിയർ? അപ്പം അങ്ങനെയും ചെയ്യാം. ദെൻ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. സോ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് 20,000. ക്ലിയർ? ഒരു പ്രോജക്റ്റ് ഇനീഷ്യൽ ഔട്ട്ലേ 20,000 ആണ്. ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് 4 years. ക്യാഷ് ഇൻഫ്ലോസ് 10,000 per year for 4 years. 10,000 വെച്ചത് 4 വർഷത്തേക്ക് കിട്ടും. ക്ലിയർ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 12%. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ? എപ്പോഴാണ് ഡിസ്കൗണ്ട് ചെയ്യുക, 4ാമത്തെ വർഷത്തിൻ്റെ അവസാനം എല്ലാ കോമ്പൗണ്ടഡ് സമ്മിനെ അല്ലേ, ടെർമിനൽ എമൗണ്ടിനെ നമ്മൾ ഡിസ്കൗണ്ടിങ് ചെയ്യുക. അപ്പോൾ 12% വെച്ച് എടുക്കണം. ദെൻ ഇനി റീഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമുക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഹഡിൽ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് ഇവിടെ ആദ്യത്തെ വർഷത്താണ് നമ്മൾ ചെയ്യുന്നത് 7% കിട്ടും. 2ാമത്തെ വർഷമാണെങ്കിൽ 7% തന്നെ കിട്ടും. 3ാമത്തെ വർഷം 9%, 4ാമത്തെ വർഷം 9%. ക്ലിയർ? സോ ദീസ് ആർ ഓൾ ദി റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ്.
നമ്മളടുത്ത് NTV മെത്തേഡ് അനുസരിച്ച് ഈ പ്രോജക്റ്റിൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കാനാണ് പറയുന്നത്. ക്ലിയർ? നമ്മളിത് എങ്ങനെ ചെയ്യുക? അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കാൽക്കുലേഷൻ ഓഫ് കോമ്പൗണ്ടഡ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്ലിയർ? കാൽക്കുലേഷൻ ഓഫ് കോമ്പൗണ്ടഡ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പം എന്തിനാണ് ഈ കോമ്പൗണ്ടഡ് വാല്യൂ ചെയ്യുന്നത്? ക്യാഷ് ഇൻഫ്ലോസ് ഞങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ? ആദ്യത്തെ വർഷം കിട്ടുന്ന 10,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അത് എപ്പോഴേ കിട്ടുള്ളൂ? 4ാമത്തെ വർഷത്തിൻ്റെ അവസാനമേ കിട്ടുള്ളൂ. അപ്പം എന്ത് വാല്യൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്. ക്ലിയർ? അപ്പം അതുകൊണ്ട് നമ്മൾ കോമ്പൗണ്ടിങ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പം നമ്മൾ എന്തൊക്കെ കോളം കൊടുക്കുക? ഇയർ കോളം, ക്യാഷ് ഇൻഫ്ലോസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ? ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പീരീഡ് ഓഫ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ക്ലിയർ? ഈ പീരീഡ് ഓഫ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് കിട്ടുക? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് N-1, N-2. ക്ലിയർ? അവിടെ N = 4 ആണ്. അപ്പോൾ 4 - 1 ആദ്യം വരുമ്പോൾ 4-ന് 1 കുറച്ചു, അപ്പോൾ 3 കിട്ടി. 4-ന് 2 കുറച്ചു, അപ്പോൾ 2 കിട്ടി. ഇങ്ങനെ നമ്മൾ കുറച്ച് വരിക. ക്ലിയർ? 2, 1, 3. ക്ലിയർ? അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം നമ്മൾ എടുത്തെഴുതി. ക്യാഷ് ഇൻഫ്ലോ എഴുതി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഴുതി, പീരീഡ് ഓഫ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തെഴുതി. ക്ലിയർ? നമ്മൾ കണ്ടുപിടിച്ചാണ്. ക്ലിയർ? N-1, N-2, N-3, N-4 വരുമ്പോൾ N-N ആയതുകൊണ്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ക്ലിയർ? ഇനി ഇതിൻ്റെ കോമ്പൗണ്ടഡ് ഫാക്ടറാണ് എടുക്കുക. അപ്പോൾ നമ്മൾ CF ടേബിളാണ് എടുക്കേണ്ടത്. കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്ത്, അല്ലേ, കോമ്പൗണ്ട് വാല്യൂ ടേബിൾ എടുത്ത് ആ ടേബിളിൽ ക്ലിയർ 3 വർഷത്തിന്, ആദ്യത്തെ കേസ് വരുമ്പോൾ 3 വർഷത്തിന് 7% എത്താണ് റേറ്റ് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്ത് അതിൽ എഗൻസ്റ്റ് 3 years, ക്ലിയർ, എഗൻസ്റ്റ് 7%, വാട്ട് ഈസ് ദി ഫാക്ടർ നോക്കുമ്പോൾ എത്ര കിട്ടുക? 1.225 ആണ് കിട്ടുക. ക്ലിയർ? ദിസ് ഈസ് കോമ്പൗണ്ട് ഫാക്ടർ, നോട്ട് പ്രസൻറ്റ് വാല്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കോമ്പൗണ്ട് ഫാക്ടറാണ് അവിടെ എടുക്കുന്നത്. ദെൻ രണ്ടാമത്തെ കേസ് എടുക്കുക. രണ്ടാമത്തെ കേസ് വരുമ്പോൾ എന്ത് വരുന്നു? ഇതുപോലെ 7%-ന് 2 years നോക്കുക. അപ്പോൾ 1.145 കിട്ടി. അങ്ങനെ മൂന്നാമത്തെ വർഷം നോക്കുക. ക്ലിയർ? സോ 9%-ന് 1 year ആണ് വരുന്നത്. അപ്പോൾ എത്ര കിട്ടുക? സോ ഇറ്റ് വിൽ കംസ് ടു 1.090. ക്ലിയർ? നാലാമത്തെ വർഷത്തെ എടുത്തു. ക്ലിയർ? 9%-ന് 0 പീരീഡ്. 0 പീരീഡിലുള്ള കോമ്പൗണ്ട് വാല്യൂ ആണെങ്കിലും ശരി, പ്രസൻറ്റ് വാല്യൂ ആണെങ്കിലും ശരി, എപ്പോഴും എന്തായിരിക്കും? വാല്യൂ 1 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് 0 പീരീഡിൽ 1 എഴുതി. ക്ലിയർ? അതേ വാല്യൂ തന്നെ കിട്ടാൻ വേണ്ടി. ഇനി ഇതിനെ കോമ്പൗണ്ടിങ് ചെയ്യുന്നു. കോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ 10,000 ഇൻറ്റു ഈ ഫാക്ടർ. ക്ലിയർ? 1.225. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,250. ക്ലിയർ? നെക്സ്റ്റ് വൺ 10,000 ഇൻറ്റു നെക്സ്റ്റ് ഫാക്ടർ 1.145. സോ 11,450. ഇങ്ങനെ 4 വർഷത്തെ നമ്മൾ എന്ത് ചെയ്തു? കോമ്പൗണ്ടിങ് ചെയ്തു. ക്ലിയർ? ഇനി ടോട്ടൽ കോമ്പൗണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. സമ്മേഷൻ എടുത്തു. ക്ലിയർ? ടേക്ക് ദ സമ്മേഷൻ ഓഫ് ഓൾ ദീസ്. സോ 44,600 കിട്ടി. ഈ 44,600 ആണ് എന്ത് പറയുന്നത്? നമ്മുടെ ടോട്ടൽ കോമ്പൗണ്ടഡ് സം. ടോട്ടൽ കോമ്പൗണ്ടഡ് സം. ക്ലിയർ? അല്ലെങ്കിൽ നമ്മുടെ ടെർമിനൽ എമൗണ്ട് എന്താ പറയുക? ടെർമിനൽ എമൗണ്ട് അല്ലെങ്കിൽ ടെർമിനൽ വാല്യൂ. ക്ലിയർ? ഈ ടെർമിനൽ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇത് എപ്പോഴാണ് കിട്ടുക? 4 വർഷത്തിൻ്റെ അവസാനമാണ് ഈ മൊത്തം പൈസ കിട്ടുന്നത്, അല്ലേ? എന്താ ഇവിടെ പറയുന്നത്? ആദ്യത്തെ വർഷം കിട്ടിയിരിക്കുന്ന 10,000 നമ്മൾ നിക്ഷേപിച്ചപ്പോൾ 12,250 റുപ്യ അവസാനം കിട്ടി, അല്ലേ? ഇങ്ങനെ 4 വർഷം കഴിയുമ്പോൾ ഓരോ വർഷത്തെ ലാഭം നിക്ഷേപിച്ചപ്പോൾ നമുക്ക് 44,600 രൂപ കിട്ടി. ക്ലിയർ? സോ ദിസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് റിസീവബിൾ. ഈ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റുന്നു. പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോമ്പൗണ്ട് ഫാക്ടർ, അല്ലേ? കോമ്പൗണ്ട് വാല്യൂ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r⁻n ആണ്. ക്ലിയർ? സോ ഹിയർ n = 4. ക്ലിയർ? r എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അത് എത്രയാണ്? 12% പറയുമ്പോൾ 0.12. ക്ലിയർ? അപ്പോൾ നമ്മൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 44,600 ഡിവൈഡഡ് ബൈ 1 + 0.12⁴. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? സോ യൂസിങ് പ്രസൻറ്റ് വാല്യൂ ടേബിൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 12%-ന് ക്ലിയർ 4 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0.636 ആണ്. ക്ലിയർ? അല്ലാതെ നിങ്ങൾ മാത്തമാറ്റിക്കലി ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതേ വാല്യൂ തന്നെ കിട്ടും. 28,366 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ക്ലിയർ? അല്ലെങ്കിൽ ഈ രീതിയിൽ 1.12⁴ വാല്യൂ എടുക്കുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 28,366 കിട്ടും. ഓക്കെ? അതല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ടേബിൾ PVF ടേബിൾ എടുത്ത് അതിൽ 4 വർഷത്തേക്ക് 12% നോക്കുക. അപ്പോൾ 0.636 കിട്ടും. അതുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴും നമുക്ക് ഈ വാല്യൂ കിട്ടും. അപ്പോൾ ഇതെന്തായി? പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ടെർമിനൽ എമൗണ്ട് ആയി, അല്ലേ? അല്ലെങ്കിൽ ടെർമിനൽ വാല്യൂ ആയി. ക്ലിയർ? സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ടെർമിനൽ എമൗണ്ട് കിട്ടി.
ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, ഗ്രോസ് അല്ലേ NTV എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഇതിനെ ക്യാഷ് ഇൻഫ്ലോസുമായിട്ട് ക്യാഷ് ഔട്ട്ഫ്ലോസുമായിട്ട് കമ്പയർ ചെയ്യണം. ക്ലിയർ? സോ വാട്ട് ഈസ് അവർ ക്യാഷ് ഔട്ട്ഫ്ലോ? ഇറ്റ് ഈസ് 20,000. ക്ലിയർ? 20,000 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ NTV കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? സോ വാട്ട് ഈസ് NTV? NTV ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ്, ക്ലിയർ, terminal amount minus present value of cash outflow. Clear? That is 28,366 minus 20,000. Clear? So that is equal to plus 8,366. അപ്പോൾ പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നത്. അങ്ങനെ പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നത്. 8,366 രൂപ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. കാരണം എന്താ? NTVയുടെ ഡിസിഷൻ റൂൾ അനുസരിച്ച് പോസിറ്റീവ് NTV വരികയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, നെഗറ്റീവ് NTV വരികയാണെങ്കിൽ റിജക്റ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ പ്രോജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് NTV. ക്ലിയർ? നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സോ ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസിനൊക്കെ എടുത്ത് എഴുതുക. ക്ലിയർ? ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ എടുത്ത് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. N-1 N-2 എന്നുള്ള രീതിയിൽ അതിന് അടുത്തൊരു കോളമായിട്ട് എഴുതുക. അടുത്ത കോളം എന്താ? ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് ഫാക്ടർ. ക്ലിയർ? അഗൻസ്റ്റ് ദി പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റേറ്റ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ്. റേറ്റ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റും പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ കോമ്പൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കുക. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? ഈ ക്യാഷ് ഇൻഫ്ലോസിനെ കോമ്പൗണ്ട് ഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ വശത്തെയും കോമ്പൗണ്ട് ഫാക്ടർ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? അതിൻ്റെ സമ്മേഷൻ എടുക്കുക. ഫൈൻഡിങ് ദി സമ്മേഷൻ ഓഫ് കോമ്പൗണ്ടഡ് വാല്യൂ. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫൈൻഡിങ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദി കോമ്പൗണ്ടഡ് എമൗണ്ട്. ക്ലിയർ? ഓക്കെ, ദെൻ പ്രസന്റ് വാല്യൂ ഓഫ് ദ കോമ്പൗണ്ടഡ് എമൗണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് സം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? NTV കണ്ടുപിടിക്കാം. NTV എന്ന് പറഞ്ഞാൽ എന്താ? NTV ഈക്വൽ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ NTV ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ദി കോമ്പൗണ്ടഡ് സം ഓർ ടെർമിനൽ എമൗണ്ട് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഔട്ട് ഫ്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണോ അതിനെ വെച്ചിട്ട് വേണം നമ്മൾ പ്രസന്റ് വാല്യൂ എടുക്കാൻ. ക്ലിയർ? അപ്പോൾ അതാണ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. So both NTV and NPV methods are similar in most cases. Only the difference is that in the case of NTV method, various compounded, clear, sums are calculated. NPV നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്യുന്നില്ല. ക്ലിയർ? എല്ലാ ക്യാഷ് ഇൻഫ്ലോസും അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇവിടെ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുന്നില്ല. പകരം ഓരോ ക്യാഷ് ഇൻഫ്ലോസും അതാത് വർഷത്തുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, ക്ലിയർ, അത് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു നമ്മൾ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് വേറെ വേറെ കാൽക്കുലേഷൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. So advantages of the net terminal value method. Clear? So it is a simple technique of project appraisal. It is simple to understand. Clear? It involves so it avoids the influence of cost of capital. Clear? ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ക്യാഷ് ബഡ്ജറ്റിംഗ്. ക്യാഷ് ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ്: ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു പ്രോജക്റ്റ് ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അല്ലേ, ഇപ്പം നമ്മൾ കറണ്ട് പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു 5 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും ഇപ്പം തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. അത് ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ്, റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് പ്രിഡിക്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് പറയാം. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ഓഫ് ടു ഓർ മോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ്. ക്ലിയർ? അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ എ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ഓഫ് ടു ഓർ മോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ കമ്പാരിസണും കാൽക്കുലേഷനും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പ്രോബ്ലമായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് വരാം, അതൊരു ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ദാറ്റ് ഈസ് 5 വർഷത്തേക്ക് വരുന്നതാണ്. പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 20,000 രൂപയാണ്. ക്ലിയർ? 5 വർഷമാണ് അതിൻ്റെ കാലാവധി. ക്ലിയർ? ഇൻഫ്ലോസ് വന്ന് 5,000 രൂപ പെർ ആനം അതാണ് കിട്ടുന്നത്. ക്ലിയർ? 5 വർഷത്തേക്ക് കിട്ടും. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇതേപോലെ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മളോട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ട്ബുക്ക് എടുത്ത്
അതിൽ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ആദ്യം എഴുതി വയ്ക്കുക. ക്യാഷ് ഔട്ട് ഫ്ലോ 20,000, ക്ലിയർ. പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 5 years. ക്യാഷ് ഇൻ ഫ്ലോ പെർ ഇയർ ആന്യൂറ്റിയാണ് 5,000 രൂപ വീതം 5 വർഷത്തേക്ക്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. ദെൻ പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ക്ലിയർ. റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ 8%, സെക്കൻഡ് ഇയർ 8%, തേർഡ് ഇയർ 9%, ഫോർത്ത് ഇയർ 6%, ഫിഫ്ത്ത് ഇയർ 5%, ക്ലിയർ. ഫൈൻഡ് ഔട്ട് NPV. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോയും കോമ്പൗണ്ടഡ് സമ്മ് കണ്ടുപിടിക്കണം, അല്ലേ. അപ്പോൾ കോമ്പൗണ്ടഡ് സമ്മ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക, ഇയർ കോളം എന്തൊക്കെയാണ് കൊടുക്കുക നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ, ഇയർ, അല്ലേ, ക്യാഷ് ഇൻഫ്ലോസ്, പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ്, റേറ്റ് ഓഫ് പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇപ്പുറത്ത് എഴുതിയാലും മതി കേട്ടോ. റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വേണമെങ്കിൽ എഴുതാം, ക്ലിയർ. അങ്ങോട്ടും ഇങ്ങോട്ട് എഴുതിയതുകൊണ്ട് കുഴപ്പമില്ല, ക്ലിയർ. സോ ഇവിടെ പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് ആദ്യം കൊടുത്തിരിക്കുന്നു, റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലിയർ. ദെൻ പ്രസൻറ്റ് കോമ്പൗണ്ട് ഫാക്ടർ കേട്ടോ, കോമ്പൗണ്ട് ഫാക്ടർ, ക്ലിയർ. കോമ്പൗണ്ട് ഫാക്ടർ, ദെൻ കോമ്പൗണ്ടഡ് സം, അതൊക്കെയാണ് നമ്മുടെ കോളം വരിക. നമ്മുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ PV എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് CF എന്ന് മാറ്റുക കേട്ടോ. CF ഫാക്ടറാണ് അവിടെ വരിക, കോമ്പൗണ്ട് ഫാക്ടറാണ് എഴുതുന്നത്. സോ ഫസ്റ്റ് ഇയർ നമ്മൾ എഴുതി, ക്യാഷ് ഇൻഫ്ലോ ഒക്കെ എഴുതി, 1 മുതൽ 5 വർഷമുള്ള ക്യാഷ് ഇൻഫ്ലോ എടുത്ത് എഴുതുക, ക്ലിയർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പീരീഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, N-1, N-2, ക്ലിയർ. അപ്പോൾ അങ്ങനെ N ഇവിടെ 5 ആണ്, N = 5 ആണ്. അപ്പോൾ N-1 എന്ന് പറയുമ്പോൾ 4, 2, അല്ലേ. N-2 എന്ന് പറയുമ്പോൾ 3, 2, 1, 0, ക്ലിയർ. റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് എടുത്ത് എഴുതി. കോമ്പൗണ്ട് ഫാക്ടർ എന്ത് ചെയ്യണം, ഈ 8% 4 വർഷത്തേക്ക് നമ്മൾ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്ത് നോക്കിയപ്പോൾ 1.360, അതുപോലെ 8% 3 years നോക്കിയപ്പം 1.260, 9% 2 years നോക്കിയപ്പം 1.186 കിട്ടി. ദെൻ 6% നേർക്ക് 1 വർഷത്തേക്ക് നോക്കിയപ്പം 1.060. ദെൻ 0 year മീൻസ്, ക്ലിയർ, അതിൻ്റെ വാല്യൂ എപ്പോഴെന്തായിരിക്കും 1 തന്നെയായിരിക്കും, ക്ലിയർ. അപ്പോൾ അതെടുത്ത് എഴുതി. ദെൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ക്യാഷ് ഇൻ ഫ്ലോ ഇൻറ്റു കോമ്പൗണ്ട് ഫാക്ടർ ചെയ്യുമ്പോൾ 6,800, 6,300, 5,930, 5,300, 5,000. ടോട്ടൽ എത്ര കിട്ടും, 29,330, ക്ലിയർ. ഇനി എന്ത് ചെയ്യണം, ഇത് ടോട്ടൽ കോമ്പൗണ്ടഡ് സമ്മാണ്, സമ്മേഷനാണ്. ഇതിന് എന്ത് ചെയ്യണം, പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റണം. N 5 വർഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5 വർഷത്തേക്ക്, അല്ലേ, 5ാമത്തെ വർഷത്തിൽ 10% പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നോക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ ടേബിൾ, അല്ലേ, എഗൻസ്റ്റ് ഫോർ 10%, ഓക്കെ, എഗൻസ്റ്റ് 5 years, PVF, അല്ലേ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്, 0.621 ആണ്. അപ്പോൾ 0.621 കിട്ടി. ഇത് രണ്ടും കൊണ്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, ക്ലിയർ. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ടോട്ടൽ 29,330 രൂപ 5 വർഷം കൊണ്ട് കിട്ടുന്നതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ 18,214 കിട്ടി, ക്ലിയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ക്ലിയർ, കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ക്ലിയർ. NTV = പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി, ക്ലിയർ, കോമ്പൗണ്ടഡ് സം മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഔട്ട് ഫ്ലോ, ക്ലിയർ. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ കോമ്പൗണ്ടഡ് സം 18,214 ആണ്. ക്യാഷ് ഔട്ട് ഫ്ലോ 20,000 രൂപയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് -1786 ആണ്, -1786, അല്ലേ. നെഗറ്റീവ് NTV വന്നു കഴിഞ്ഞാൽ പ്രോജക്റ്റ് എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യണം, ക്ലിയർ. സോ ആസ് ദർ ഈസ് എ നെഗറ്റീവ് NTV, ദ പ്രോജക്റ്റ് കൻ നോട്ട് ബി സെലക്ടഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ പ്രോജക്റ്റിൻ്റെ ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ ദീസ് ആർ NTV മെത്തേഡ്.